ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് സിക്കിമിനടുത്തുള്ള നാഥുല പാസ്. ചൈനയ്ക്കും ടിബറ്റിനും ഇടയിലുള്ള നാഥുല പാസിൽ നിന്ന് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി അടുത്ത്. അദ്ദേഹം ആ വഴിക്ക് സിക്കിമിലേക്ക് പോയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുവഴി ഇങ്ങനെ മഴക്കാലത്ത് തകർത്ത് ടൂർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ നാഥുല പാസിലാണ്. നാഥുല പാസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ പ്രദേശം ഇത് ഇന്ത്യയുടെ ഏറ്റവും ഇതായിട്ടുള്ള തന്ത്രപ്രധാനമായ പ്രദേശമാണ്. ആ കാണുന്നത് ഇന്ത്യയുടെ പതാകയാണ്. ഈ ചുവന്ന കെട്ടിടം ഇന്ത്യയുടേതാണ്. അതിന്റെ അപ്പുറത്തുള്ള വെളുത്ത നിറത്തിലുള്ള കെട്ടിടം ചൈനയുടേതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നാഥുല പാസ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായി അറിയപ്പെടുന്നതാണ്. എന്ന് മാത്രമല്ല 1959 ദലൈലാമ ടിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് നാഥുല പാസ് വഴിയാണ്, നാഥുല ചുരം വഴിയാണ്. ദലൈലാമ കുതിരപ്പുറത്ത് വരുമ്പോൾ ഒരുപക്ഷെ ചൈനീസ് ആർമി അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു. 12 വയസ്സേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയതും ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകിയത്. ഇതേ തുടർന്ന് 1959 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ചൈനയുമായിട്ടുള്ള പിണക്കങ്ങളുണ്ടായി. പിന്നീട് ചൗവൻലായ്, മാവോ സേതുങ്ങിന്റെയൊക്കെ കാലത്ത് ചൗവൻലായ് ഇന്ത്യയിലെത്തിയതും അദ്ദേഹം ഇന്ത്യ ചീന ബായ് ബായ് എന്ന് പറഞ്ഞതും 1962 ഇന്ത്യ ചൈന വാർ ഉണ്ടായതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന അക്സായ് ചീൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചൈന കൊണ്ടുപോയി. 1967 1967 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാഥുല പാസിലൂടെയാണ് ചൈനീസ് സൈന്യം ഇങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചത്. ഇന്ത്യയുടെ ഹീറോസ്, ഇന്ത്യയുടെ ഏറ്റവും ശക്തരായിട്ടുള്ള ആർമി അതിനെതിരെ ചെറുത്തു നിന്നു. ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല, ചൈനയെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് സിക്കിം 1975 വരെ ഈ നാഥുല പാസ് അടങ്ങിയ സിക്കിം ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു. 75 സിക്കിം ഇന്ത്യയുടെ ഭാഗമായി മാറുന്നത്. 3342 കിലോമീറ്റർ വരുന്ന ലഡാക്ക് മുതൽ അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്ന അരുണാചൽ പ്രദേശ് വരെ ചൈനീസ് ആർമി അവിടെയുണ്ട്. ഇപ്പുറത്ത് ഇന്ത്യയുടെ ആർമിയുണ്ട്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 60,000 ആർമി ഉണ്ടെന്നാണ് കണക്ക്. 4 വർഷമായി 2020 മുതൽ ആ തരത്തിലുള്ള ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാഥുല പാസ് വളരെ തന്ത്രപ്രധാനമായ പ്രദേശമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. നാഥുല പാസിൽ നിന്നാണ് പി ജെയിംസ് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹം ഇപ്പോൾ സിക്കിമിലാണ് എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. KJ ജോർജ് കെൻ, തൻ്റെ കഴുത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കഴുത്ത് തിരിക്കുമ്പോൾ എന്തോ ഒരു പന്തികേട്. അത് ഞാനൊരു സ്റ്റൈലിൽ തിരിച്ചതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റൈൽ വേണ്ടേ നമുക്ക്? എല്ലാ ദിവസവും ഒരേപോലെ ഇങ്ങനെ തിരിഞ്ഞാലോ? അതേ ഉള്ളൂ. കഴുത്തിൽ നിന്ന് ഒരു കുഴപ്പമില്ല, സ്ട്രോങ് കഴുത്താണ്. ഇത് എത്ര കാലമായെന്നറിയാം നിർമ്മിച്ചു വിട്ടിട്ട്.